വിശദമായി. പശ്ചിമേഷ്യയെ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സംഘർഷം തുടരുകയാണ്. ജോർദാനിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ അമേരിക്ക വ്യോമാക്രമണം ശക്തമാക്കി. ആണവോർജ്ജ കേന്ദ്രമടക്കം ആക്രമിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്ന ദർക്കോവിൻ ആണവ വൈദ്യുത നിലയമാണ് ആക്രമിച്ചതെന്ന് ഇറാൻ അറിയിച്ചു. കുവൈറ്റിന് നേരെയായിരുന്നു ഇന്നും ഇറാന്റെ പ്രത്യാക്രമണം. സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അമേരിക്കൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ US മുന്നറിയിപ്പ് നൽകി. ഷിനോജ് ഷംസുദ്ദീൻ വിശദാംശങ്ങളുമായി. ഷിനോജ്, എന്താണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം? ഇറാനിൽ വ്യാപകമായ ആക്രമണം നടത്തിയിരിക്കുന്നു അമേരിക്ക. അത് ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ സംബന്ധിച്ച് എന്താണ് ഇറാൻ പറയുന്നത്? ഇറാനിലെ നിർമ്മാണത്തിലിരിക്കുന്ന ദർക്കോവിൻ ആണവ കേന്ദ്രം ആക്രമിച്ചതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇത് ഇറാന്റെ ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമാധാനപരമായി ഊർജ്ജോൽപാദനം നടക്കുന്ന ഒരു മേഖലയാണിത്. ഇവിടേക്ക് ആക്രമണം നടത്തുന്നത് നിയമവിരുദ്ധമാണ്, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നൊരു പ്രതികരണമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത്. ഇതിന് മറുപടിയായി ജോർദാന് നേരെ ശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ജോർദാനിലെ വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏറെ നേരം നിർത്തിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ജോർദാനിലെ അസ്രഖ് എയർബേസിൽ നടന്ന ആക്രമണത്തിലാണ് 2 US സൈനികർ കൊല്ലപ്പെട്ടത്. ഇതിന് മറുപടി നൽകാനായിട്ടാണ് ഇന്ന് പുലർച്ചെ ഇറാന്റെ കിഷൻ ദ്വീപും അതേപോലെ ഷദാഗൻ മേഖലയും അമേരിക്കൻ വ്യോമസേന ആക്രമണം നടത്തിയത്. ഇതിന് തിരിച്ചടിയായി ഇറാൻ ആക്രമിച്ചത് ജോർദാനെയും കുവൈറ്റിനെയും അതേപോലെ തന്നെ ബഹ്റൈനെയുമാണ്. ബഹ്റൈനിലെ കുവൈറ്റിലെ അൽസാലം എയർബേസിലേക്ക് ആക്രമണം നടത്തുകയും അവിടെ അമേരിക്കയുടെ ആയുധ ശേഖരവും റഡാർ നിരീക്ഷണ കേന്ദ്രവും ലക്ഷ്യമിട്ട് ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും 30 MQ-9 ഡ്രോണുകൾ വെടിവെച്ചിടാൻ തങ്ങൾക്ക് കഴിഞ്ഞതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുമുണ്ട്. ഇതിനിടയിൽ ലബനാനിലും ഗസയിലും ഇസ്രായേലിന്റെ ആക്രമണവും നടക്കുന്നുണ്ട്. ഗസയിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ കുട്ടികളടക്കം 11 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാർ ജാഗ്രത പാലിക്കാൻ US നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സൈഫു, അപ്പോൾ ജോർദാനിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ വലിയ പ്രത്യാക്രമണവും തിരിച്ചടിയും ഇറാനിൽ ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ആണവോർജ്ജ വൈദ്യുത നിലയമടക്കം ആക്രമിച്ചിട്ടുണ്ട്. എത്ര വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും ഇറാൻ പൂർണ്ണമായൊരു വിശദീകരണം നടത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും ആക്രമണം നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും പോയ മണിക്കൂറുകളിലും ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ആക്രമണത്തിലേക്ക് വന്ന ഇപ്പോഴത്തെ സ്ഥിതി അത് ഒന്ന് അനുനയിപ്പിക്കാനോ തണുപ്പിക്കാനോ ഉള്ള ഒരു ശ്രമങ്ങളും ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും അങ്ങേയറ്റം ആശങ്കാജനകമാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം.